ശശി തരൂറാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിനെപ്പറ്റി ഇനി വേറൊരു എക്സ്പ്ലനേഷൻ ആരും കൊടുക്കേണ്ട ആവശ്യം വരില്ല. അത്ര വ്യക്തമായി, അത്ര ക്ലിയർ ആയി, വളരെ പ്രൗഡോടുകൂടി അദ്ദേഹം അത് അവതരിപ്പിക്കും. ഞങ്ങൾ ജനങ്ങൾ ശശി തരൂറിനൊപ്പം തന്നെയാണ്. സാധാരണ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി മൈക്കുമായി ആരാണ് അടുത്ത മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയി നിങ്ങളുടെ മനസ്സിലുള്ളത് എന്ന് പറയുമ്പോൾ ആളുകൾ എന്നോട് പറയുന്ന ഉത്തരം ശശി തരൂർ മത്സരിക്കുകയാണെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യുമെന്നാണ്. എന്താണ്? അദ്ദേഹത്തിന്റെ കഴിവിൽ, അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ ഏറ്റവും വിശ്വാസമുള്ള വ്യക്തികളാണ് മലയാളികൾ, കേരളീയർ എന്നതാണ് അതിന് കാരണം. Meanwhile, colonialists like Robert Clive bought their rotten boroughs in England on the proceeds of their loot in India, while taking the Hindi word loot into their dictionaries as well as their habits. And the British had the gall to call him Clive of India, as if he belonged to the country, when all he really did was to ensure that much of the country belonged to him. ഇപ്പൊ ഈ വീഡിയോയിൽ കണ്ട ആ വ്യക്തി ആരാണെന്ന് കേരളീയർക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. കേരളീയർക്കെന്നല്ല, ഇന്ത്യയിലുള്ള മറ്റാളുകൾക്കും ഇനി ലോകത്തുള്ള അല്പം വിവരമുള്ള ഒരുപാട് ആളുകൾക്കും ശശി തരൂർ എന്ന വ്യക്തിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ കാണിച്ചത് 11 വർഷം മുൻപുള്ള ഒരു വീഡിയോയാണ്. ഇപ്പോഴും യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ 4ാമത് നിൽക്കുന്ന വ്യൂസ് കൊണ്ടാണ് കേട്ടോ. ഏകദേശം 11 മില്യൺ വ്യൂസ് കടന്നിട്ടുള്ള വീഡിയോയാണിത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ബ്രിട്ടീഷ് കൊളോണിയസിറ്റി പറ്റി സംസാരിക്കാൻ ലഭിച്ച 8 മിനിറ്റ് ശശി തരൂർ സംസാരിക്കുകയായിരുന്നു. എന്നാൽ ആ വീഡിയോന്റെ ടൈം 8 മിനിറ്റ് അല്ല, 15 മിനിറ്റ് ആണ്. അതായത് നിർദ്ദേശിക്കപ്പെട്ടതിലും കൂടുതൽ സമയം അദ്ദേഹം സംസാരിച്ചുവെങ്കിൽ പോലും ഒരിക്കലും ഇന്ററപ്റ്റ് ചെയ്യപ്പെട്ടില്ല. ബിക്കോസ് അത്രയ്ക്ക് രസമായിരുന്നു അത് കേട്ടിരിക്കാൻ. അതിൽ അത്രത്തോളം സത്യങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പോലെ ഏത് ലാംഗ്വേജിലും വളരെ ക്ലിയർ ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ, വളരെ വ്യക്തമായി സംവദിക്കാൻ പറ്റിയ ഒരു രാഷ്ട്രീയ നേതാവിനെ ഒന്ന് കാണിച്ചു തരാമോ? കോൺഗ്രസ് എന്ന പാർട്ടി തന്നെ എടുത്തോളൂ. അതിൽ ശശി തരൂറിന് പകരം വെക്കാൻ പറ്റിയ മറ്റൊരാൾ നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നുണ്ടോ? അതെ, ഇന്നത്തെ വിഷയം ശശി തരൂർ തന്നെയാണ്. ശശി തരൂരിന് എന്താണ് യോഗ്യത കുറവ്? കോൺഗ്രസ് പാർട്ടി പറയുന്നത്, പ്രത്യേകിച്ച് ദേശീയ നേതൃത്വം, ശശി തരൂറിന് എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടെന്നാണ്. കുഴപ്പം നമ്പർ 1, അദ്ദേഹം മോദി എന്ന പ്രധാനമന്ത്രി BJP-യുടേതാണെങ്കിലും ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത നേട്ടങ്ങളെ വിലമതിപ്പോടെ ചാനലുകൾക്ക് മുമ്പിൽ പറഞ്ഞു എന്നതാണ്. ഇന്ന് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയ്ക്കും പ്രസിദ്ധനാണ്. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെ സ്ഥിതി അതായിരുന്നില്ല. നമുക്ക് തന്നെ ഇവിടുത്തെ പ്രധാനമന്ത്രി ആരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. അതുപോലെ ഒരു ഡമ്മി തന്നെയായിരുന്നു പ്രധാനമന്ത്രിയായിട്ടിരുന്നത്. എന്നാൽ അദ്ദേഹം അതിന് യോഗ്യനായിരുന്നില്ല. അദ്ദേഹം വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ഡമ്മിയാക്കി കൊണ്ടു നടന്നു ചിലർ. ആ അധപതനത്തിൽ നിന്നും ഇന്ന് കാണുന്ന മോഡിഫൈഡ് ഇന്ത്യയിലേക്ക് ഇന്ത്യയെ നയിച്ച മോദി എന്ന പ്രധാനമന്ത്രി വളരെ നല്ല പ്രധാനമന്ത്രിയാണ് എന്ന അഭിപ്രായം ശശി തരൂർ എപ്പോഴാണോ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് അന്ന് മുതൽ കോൺഗ്രസിന് ശശി തരൂറിന് ഒരു കുഴപ്പമുള്ളവനായി. ഇനി രണ്ടാമത്തെ വിഷയം, ഓപ്പറേഷൻ സിന്ദൂർ, കശ്മീർ അറ്റാക്ക്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല ആളുകളുടെയും അഭിപ്രായ പ്രകടനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്നത് എന്താണ് യഥാർത്ഥത്തിൽ? അതൊരു യുദ്ധമാണോ, വാറാണോ നമ്മൾ ഡിക്ലെയർ ചെയ്തിരുന്നത്? അല്ല, അത് ടെററിസത്തിനെതിരെയുള്ള നമ്മുടെ ഒരു ഡിഫൻസ് ഓപ്പറേഷൻ ആയിരുന്നു. അതിന് UN വരെ അംഗീകാരമുള്ള സംഗതിയാണ്. നമ്മളെ ചുമ്മാതെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരുന്നാൽ UN റിപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചടിക്കാം. അതിനു വേണ്ടിയാണ് നമ്മൾ നമ്മുടെ ആർമീനെ സെറ്റ് ആക്കിയിരിക്കുന്നത്, എക്യുപ്മെന്റ് സെറ്റ് ആയിരിക്കുന്നത്. ടാർഗറ്റ് സെറ്റ് ചെയ്ത് കൃത്യമായി 9 ഭീകര കേന്ദ്രങ്ങളെ അടിച്ചു തകർത്തുകൊണ്ട് ഇന്ത്യയുടേതായിട്ട് പൂർത്തിയാക്കിയ, ടാർഗറ്റ് അച്ചീവ് ചെയ്ത ഒരു ഡിഫൻസ് ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. അല്ലാതെ അതൊരു യുദ്ധമായിരുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പോസിറ്റീവായി സംസാരിച്ചു എന്നതാണ് കുഴപ്പക്കാരനായ ശശി തരൂരിനെ ഈ കോൺഗ്രസുകാർക്ക് തോന്നാൻ രണ്ടാമത്തെ കാരണം. അദ്ദേഹം സൈന്യത്തെ അഭിനന്ദിച്ചു, കോർഡിനേഷനെ അഭിനന്ദിച്ചു, ഇന്ത്യ എടുത്ത ഓരോ നീക്കങ്ങളും, സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നതടക്കം വളരെ ശരിയാണെന്നും വളരെ കൃത്യമാണെന്നും പബ്ലിക്കായി പറയാനുള്ള ധൈര്യം കാണിച്ചു. അന്നു മുതൽ കോൺഗ്രസുകാർക്ക് വീണ്ടും ശശി തരൂർ ചതുർത്ഥിയായി. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസിനെ എടുത്തു നോക്കൂ. നമ്മുടെ ഇവിടത്തെ കോൺഗ്രസ്, അതുപോലെ തന്നെ ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ്, ഇതിലെവിടെയെങ്കിലും മുഖ്യമന്ത്രിയാകാൻ വരെ യോഗ്യതയുള്ള ഒരു നേതാവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? എന്നാൽ ശശി തരൂർ എന്ന പേര് ആ തസ്തികയിലും ഉയർന്ന് കേൾക്കുന്നുണ്ടെന്നതാണ് സത്യം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കേൾക്കുന്നുണ്ട്. കാരണം സാധാരണ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി മൈക്കുമായി ആരാണ് അടുത്ത മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയി നിങ്ങളുടെ മനസ്സിലുള്ളത് എന്ന് പറയുമ്പോൾ ആളുകൾ എന്നോട് പറയുന്ന ഉത്തരം ശശി തരൂർ മത്സരിക്കുകയാണെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യുമെന്നാണ്. എന്താണ്? അദ്ദേഹത്തിന്റെ കഴിവിൽ, അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ ഏറ്റവും വിശ്വാസമുള്ള വ്യക്തികളാണ് മലയാളികൾ, കേരളീയർ എന്നതാണ് അതിന് കാരണം. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ വിദേശ പര്യടനം നടത്തി
ആ സിന്ദൂറിൽ എന്താണ് നമ്മൾ ചെയ്തത് എന്നതിനെ പറ്റി വളരെ കൃത്യമായിട്ടുള്ള ബ്രീഫിംഗ് വിദേശ രാജ്യങ്ങൾക്ക് നൽകാൻ വേണ്ടി കേന്ദ്രം ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുന്നു. ഏകദേശം 7 കമ്മിറ്റികൾ രൂപീകരിക്കുന്നു. അതിൽ കേന്ദ്രം തന്നെ കുറച്ചുപേരെ തിരഞ്ഞെടുക്കുകയാണ്. നിങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കാൻ വേണ്ടി തന്നെ ഫുൾ ആയിട്ടും BJP MP-മാരെ അല്ല അതിനുവേണ്ടി കേന്ദ്രം കാസ്റ്റ് ചെയ്തത്. പകരം പ്രതിപക്ഷത്തു നിന്നുള്ള ആളുകളെയും കൂടി ഉൾപ്പെടുത്തി. കാരണം എന്താണ്, രാഷ്ട്രീയമല്ല ഇവിടെ പ്രശ്നം, ഇത് രാഷ്ട്രത്തിന്റെ കാര്യമാണ്. രാഷ്ട്രത്തിന്റെ കാര്യം തുറന്നു പറയാൻ ഇവിടുന്ന് എലക്ട് ചെയ്ത് പാർലമെന്റ് സീറ്റിൽ MP ആയി പോയിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും അവകാശമുണ്ട് എന്ന വിശ്വാസത്തിന്റെ കേന്ദ്രം തീരുമാനമെടുത്ത് പുറത്തു വന്ന പട്ടികയിൽ ഒന്നാമത് വന്നിരിക്കുന്ന പേരാണ് ശശി തരൂർ. ഇവിടം വരെ കാര്യങ്ങൾ സുഗമമാണ്. എന്നാൽ കോൺഗ്രസിന് അവരുടെ MP-മാരെ നിർദ്ദേശിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. കോൺഗ്രസിന് മാത്രമല്ല, CPI ഉണ്ടായിരുന്നു, CPM ഉണ്ടായിരുന്നു, ആരൊക്കെയാണോ പ്രതിപക്ഷത്തിരിക്കുന്ന ആ ഘടക കക്ഷികൾക്കെല്ലാം ഉണ്ടായിരുന്നു. അവരെല്ലാം അവരുടേതായിട്ടുള്ള ഒരു ലിസ്റ്റും കൊടുത്തു കാണും. കോൺഗ്രസും കൊടുത്തു ഒരു ലിസ്റ്റ്. എന്നാൽ ആ ലിസ്റ്റിലുള്ള 4 പേരിൽ ശശി തരൂർ ഇല്ല. കാരണം എന്താണ്, ഞാൻ മുൻപ് പറഞ്ഞ ആ ചതുർത്ഥി തന്നെയാണ്. എന്നാൽ ശശി തരൂരിനെ ഉൾപ്പെടുത്താഞ്ഞിട്ടും ശശി തരൂരിനെ മോദി തിരഞ്ഞെടുത്തു. അതാണ് അതിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട സംഗതി. എന്നാൽ കോൺഗ്രസ് നേതൃത്വം എന്താണ് ചെയ്തത്? ഒരാവശ്യമില്ലാതെ മിണ്ടാതിരിക്കേണ്ടതിന് പകരം ശശി തരൂരിനെ ഞങ്ങൾ നിർദ്ദേശിച്ചില്ല, മറിച്ച് BJP അങ്ങ് തെരഞ്ഞെടുത്തു, അത് ശരിയായില്ല എന്നും പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ജയറാം രമേശ് എന്ന കോൺഗ്രസിന്റെ വക്താവ്. സത്യം പറഞ്ഞ് നിങ്ങൾക്ക് തലയ്ക്ക് വെളിവുണ്ടോ? ഞാൻ അറിയാൻ വളർന്നിട്ട് ചോദിക്കുക, നിങ്ങൾ ഈ വ്യക്തിയെ പരസ്യമായി തഴയുകയാണെന്നുള്ളത് ഇപ്പോൾ ഉള്ള ജനങ്ങൾക്ക് എല്ലാം ബോധ്യമായി കഴിഞ്ഞു. നിങ്ങൾ എന്തിനാണ് ഇത് പറഞ്ഞത്? നിങ്ങൾ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി കൊടുത്തില്ല, എന്നിട്ട് അദ്ദേഹത്തെ എടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനാ ഇത്ര അസ്വസ്ഥനാവുന്നത്? അദ്ദേഹം കോൺഗ്രസ് MP ആണ്. തിരുവനന്തപുരത്ത് കോൺഗ്രസ് എന്ന പാർട്ടിയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച് ജയിച്ച് ആ MP സീറ്റിൽ ഇപ്പോൾ പാർലമെന്റിൽ പോയിരിക്കുന്ന വ്യക്തിയാണ് ശശി തരൂർ. അങ്ങനെ ഒരു വ്യക്തിയെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തി എന്ന് നിങ്ങൾ തന്നെ ചോദിക്കുന്നത് എത്രത്തോളം ലജ്ജാവഹമാണ്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ ഉൾപ്പെടുത്തിയത് നിങ്ങൾക്ക് പിടിക്കുന്നില്ല എന്നുള്ളതല്ലേ നിങ്ങൾ പരസ്യമായി പറഞ്ഞത്? കോൺഗ്രസിൽ നിന്നും അദ്ദേഹത്തിന് താക്കീത് കൊടുക്കുന്നു. തരൂർ സ്വയം തിരുത്തണമെന്ന് പറയുന്നു. എന്താണ് തിരുത്തേണ്ടത്? നിങ്ങൾ ഇവിടെ ഈ അകത്ത് കിടന്ന് കാണിക്കുന്ന തമ്മിലടി ഞങ്ങൾ കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? വീണ്ടും പിണറായി വിജയൻ തന്നെ കേരളത്തിൽ വരും എന്ന ഭയം ആളുകൾക്കുള്ളിൽ വരുന്നതിന്റെ മെയിൻ കാരണം കോൺഗ്രസിനുള്ളിൽ നിങ്ങളുടെ തമ്മിലടി തന്നെയാണ്. അത് നാഷണൽ ലെവലിലായാലും അല്ല സ്റ്റേറ്റ് ലെവലിലായാലും യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് തന്നെയല്ലേ ഇപ്പൊ കാണിക്കുന്നത്. നിങ്ങളെല്ലാം ഈ പരസ്പരമുള്ള വിദ്വേഷങ്ങൾ രാഷ്ട്രീയത്തിനകത്ത് കൊണ്ടുവരുമ്പോൾ രാഷ്ട്രമാണ് ഇതുമായിട്ട് ബാധിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത സൈനികരെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വന്നപ്പോ മല്ലികാർജുനൻ ഖാർഗെ, അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി, ഇവരുടെയൊക്കെ മുഖം കാണുമായിരുന്നു. ഇവരുടെ വീട്ടിൽ ആരോ മരിച്ചതുപോലെയാണ് ഇവരുടെ മുഖം. ഇവരൊട്ടും ഹാപ്പി അല്ല എന്ന് കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഹാപ്പി അല്ല. ഇന്ത്യൻ സൈന്യം ഒരു കാര്യം ചെയ്താൽ, ഇന്ത്യ ഒരു അറ്റാക്കിൽ 100% വിജയം കൈവരിച്ചാൽ എന്തുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആവുന്നില്ല? അതിനർത്ഥം നിങ്ങൾ നേഷൻ എതിരാണെന്നല്ലേ? എന്തിനേ പറയുന്ന പരസ്യമായി നിന്ന് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക്. അദ്ദേഹത്തിന് ശശി തരൂരിനെ തിരുത്താൻ പറയാൻ, ഈ പറയുന്ന ആൾക്കാരെയൊക്കെ തിരുത്താൻ പറയാനായിട്ട് യാതൊരു ഉളുപ്പുമില്ല. താങ്കൾക്ക് എന്തറിയാം ഇതിനെപ്പറ്റി? താങ്കളെ കാട്ടിയും എത്രയധികം കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് ശശി തരൂർ. അദ്ദേഹം സംസാരിക്കുന്ന പോലെ 10 മിനിറ്റ് ഫാക്ട് വെച്ചിട്ട് സംസാരിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ? ഇല്ലെന്ന് തന്നെ പറയും, ഉറപ്പിച്ചു പറയും. എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ കാണിക്കുന്ന ഈ ചിറ്റമ്മ നയം ബാക്കി ജനങ്ങൾക്ക് മനസ്സിലാകാതിരിക്കാൻ ഞങ്ങളൊക്കെ എന്താ പൊട്ടന്മാരാണ്? നിങ്ങളുടെ ഈ തമ്മിത്തല്ല് കൊണ്ടാണ് നിങ്ങൾ ഒരിടത്തും എത്താത്തെ. ശശി തരൂറിനും വ്യക്തിപരമായി ഇത് മനസ്സിലായി കഴിഞ്ഞു. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്നറിയാമോ? ഞാനൊരു സിറ്റിംഗ് MP ആണ്. സ്പീക്കറുടെ നേതൃത്വത്തിൽ ഒരു ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ വളരെ ഭംഗിയായി നിറവേറ്റും. എന്റെ കടമയായി കണ്ടുകൊണ്ട് ഞാൻ അതിനെ സ്വീകരിക്കുന്നു. കോൺഗ്രസ് എതിർത്തല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്? കോൺഗ്രസിന്റെ നോട്ടത്തിൽ എനിക്ക് പല കഴിവുകേടുകളും ഉണ്ടാകാം, പക്ഷേ ഇത് എന്നെ തെരഞ്ഞെടുത്തത് സർക്കാരാണ്, കേന്ദ്ര സർക്കാരാണ്, ഇന്ത്യ ഭരിക്കുന്നവരാണ്. അവർക്ക് എന്റെ ഒരു കഴിവ് കണ്ടിട്ടാണല്ലോ അവരെടുത്തത്. അത് മതി. എന്നെ ആർക്കും അപമാനിക്കാനൊന്നും പറ്റില്ല. എനിക്ക് ഞാൻ കൊടുത്തിട്ടുള്ള ഒരു വിലയുണ്ട് എന്ന് വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയുടെ വാക്കുകളാണത്. അദ്ദേഹത്തിന് എന്തെല്ലാം കുറ്റങ്ങൾ പറഞ്ഞാലും എന്തെല്ലാം കുഴപ്പങ്ങൾ നിങ്ങൾ പറഞ്ഞാലും അദ്ദേഹത്തെ പോലെ ഇരുന്ന് 10 മിനിറ്റ് സംസാരിക്കാൻ കഴിവുള്ള മറ്റൊരു രാഷ്ട്രീയക്കാരനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ലെന്നേ. അദ്ദേഹത്തെ സംസാരിച്ച് തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം അത്രയധികം അറിവുള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ഇനി ഏതു ഭാഷയിൽ സംസാരിച്ചാലും അദ്ദേഹത്തിന് കൺവേ ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി അദ്ദേഹം കൺവേ ചെയ്യും. ഉറപ്പാണ് നമുക്ക് എല്ലാവർക്കും. ശശി തരൂറാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിനെപ്പറ്റി ഇനി വേറൊരു എക്സ്പ്ലനേഷൻ ആരും കൊടുക്കേണ്ട ആവശ്യം വരില്ല. അത്ര വ്യക്തമായി, അത്ര ക്ലിയറായി, വളരെ പ്രൗഡോടുകൂടി അദ്ദേഹം അത് അവതരിപ്പിക്കും. ഞങ്ങൾ ജനങ്ങൾ ശശി തരൂറിനൊപ്പം തന്നെയാണ്. ശശി തരൂർ തന്നെയാണ് അതിന് ഏറ്റവും യോഗ്യൻ. മോദി എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി ഒന്നും കൂടി ഞാൻ പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ കഴിവുള്ള ആൾക്കാർ ഇങ്ങനെ പിക്ക് ചെയ്തെടുക്കുക, അത് ഏത് പാർട്ടിയിൽ നിന്നാണെങ്കിലും. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു കഴിവാണ് കേട്ടോ. ഇങ്ങനെ പോളിഷ് ചെയ്ത് അങ്ങനെയുള്ളവരെ വളർത്തിക്കൊണ്ട് വന്ന്
ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിനെ ഉന്നതിയിൽ എത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണെന്നുള്ളത് പച്ചയ്ക്ക് വ്യക്തമാണ്. നമുക്ക് എല്ലാവർക്കും കാണാം അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. വളരെയധികം കൺഗ്രാജുലേറ്റ് ചെയ്യാം. കാരണം പരസ്പരമുള്ള വൈരാഗ്യം മൂലം കഴിവുള്ളവരെ ചവിട്ടി താത്തുന്ന ഡേർട്ടി പൊളിറ്റിക്സിന്റെ കാലത്താണ് മറ്റൊരു പാർട്ടിയിലുള്ള ഒരു കഴിവുള്ള വ്യക്തിയെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം ചെയ്യുന്ന ഈ കാര്യം. തീർച്ചയായിട്ടും അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കേണ്ടതല്ലേ. ഇനി മോദി ചെയ്ത മറ്റൊരു പണിയെ പറ്റി പറയാം. പണി കിട്ടിയിരിക്കുന്നത് നമ്മുടെ മറ്റൊരു MP ആയ രാജ്യസഭ MP ആയ ജോൺ ബ്രിട്ടാസിനാണ്. അദ്ദേഹവും ഈ വിശദീകരണം കൊടുക്കേണ്ട ഈ ഗ്രൂപ്പിലുണ്ട് കേട്ടോ. എന്നാൽ അദ്ദേഹത്തിന്റെ സ്ഥിതി കുറച്ച് വ്യത്യസ്തമാണ്. അദ്ദേഹത്തിനെ കഴിവ് കണ്ടിട്ടാണോ അല്ലെങ്കിൽ ഒരു പണി കൊടുക്കാൻ വേണ്ടിയാണോ മോദി അങ്ങോട്ട് വിട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇത്രയും കാലം രാജ്യസഭയിലും മാധ്യമങ്ങൾക്ക് മുന്നിലും വന്ന് മോദി ശരിയല്ല, മോദിക്ക് ഭരിക്കാൻ അറിയില്ല, BJP ശരിയല്ല, ഇന്ത്യ അധോഗതിയിലേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ അതേ ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ പോയിട്ട് മോദി സ്തുതി പറയേണ്ട അവസ്ഥയാണ്. ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെ വിജയമായി, ഇന്ത്യ എങ്ങനെയെല്ലാം വിജയകരമായിട്ട് ഈ ഓപ്പറേഷൻ നടത്തി, സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് എന്തുകൊണ്ടാണ് എന്ന് വേണ്ട എല്ലാ സൈനിക നടപടികളെ പറ്റിയും ഇന്ത്യയുടെ ഭരണ നേട്ടങ്ങളെ പറ്റിയും ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ചെന്ന് പറയേണ്ട ഗതികേടാണ് ഇപ്പോൾ ജോൺ ബ്രിട്ടാസിന് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറപ്പിക്കുക എന്നൊക്കെ പറയുന്ന പരിപാടി ഇത് തന്നെയല്ലേ. ഇനിയും തിരിച്ചു വന്നിട്ട് ബ്രിട്ടാസ് കുത്തിത്തിരിപ്പ് തുടങ്ങുന്നൊക്കെ നമുക്കറിയാം. പക്ഷേ സത്യത്തിൽ താങ്കൾക്ക് ഈ പദവി കിട്ടിയതിലുണ്ടല്ലോ വളരെ നന്നായിട്ട് ഞങ്ങൾ മനസ്സുകൊണ്ട് ആനന്ദിക്കുകയാണ്. താങ്കൾ ഇങ്ങനെയൊക്കെ പറഞ്ഞൊന്ന് ശീലിക്കൂ. കുത്തിത്തിരിപ്പ് മാത്രം പഠിച്ചാൽ പോരല്ലോ, സത്യങ്ങളും ചിലപ്പോഴെങ്കിലും തുപ്പണ്ടി വരും ഇതുപോലുള്ള സീറ്റുകളിൽ കയറിയിരിക്കുമ്പോൾ. അപ്പൊ എല്ലാവർക്കും വളരെയധികം നന്ദി. ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് ഇപ്പൊ നമ്മളൊക്കെ ആശ്വാസത്തിലിരിക്കുന്ന രീതിയിൽ കൊണ്ടുവന്ന് എത്തിച്ചേരും. ഇനി പ്രേക്ഷകരെ നിങ്ങളോടൊരു പേഴ്സണൽ ചോദ്യമായിട്ട് തന്നെ ഞാൻ വീണ്ടും ആദ്യം പറഞ്ഞ കാര്യം ആവർത്തിക്കുകയാണ്. ശശി തരൂർ ആണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കേരളത്തിൽ വരുന്നതെങ്കിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങൾ അദ്ദേഹത്തിന് പേഴ്സണലി വോട്ട് ചെയ്യുമോ അല്ലെങ്കിൽ പിന്തുണയ്ക്കുമോ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ആയി കൂടി രേഖപ്പെടുത്തും. നമുക്കൊന്ന് നോക്കാമല്ലോ എന്താണ് അദ്ദേഹത്തിന്റെ പിന്തുണയെന്ന്.